മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് 1-ാം ലേഖനം 12-ാം അധ്യായം 26 വായിക്കുന്നു. ശരീരത്തിലെ ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഇന്ത്യ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് അഴിമതിയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മതഭ്രാന്ത് ഒരു അപകടകരമായ പകർച്ചവ്യാധി പോലെ രാജ്യത്തെങ്ങും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെയും ഒരു പാർട്ടിയുടെ കുഴപ്പമല്ല. അനേക കൊല്ലങ്ങളായിട്ടുള്ള സിസ്റ്റത്തിന്റെ തകരാറും ജനാധിപത്യത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അജ്ഞതയുമാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് കണക്കാക്കണം ഈ വിദ്യാർത്ഥികളുടെ സമരത്തെ. ലോകത്തിലെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന സഭയാണ്. ഇന്ന് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇന്ത്യയിലെ പല ചീഫ് ജസ്റ്റിസുമാരെ പോലെയും നിഷേധാത്മകമായ ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾ മർദ്ദിക്കപ്പെടുന്നു, രക്തം ചിന്തുന്നു. എന്തിനു വേണ്ടി? ഒരു നല്ല ഭാവിക്ക് വേണ്ടിയാണ്, നല്ല ഭാവിക്ക് വേണ്ടി. അതുകൊണ്ട് സഭ ഇതിൽ മുൻപന്തിയിലായിരിക്കണം. നമ്മൾ FCRയുടെ കാര്യം വന്നപ്പോൾ നമ്മളെല്ലാവരും വളരെ അധികം പ്രതിഷേധം ശക്തമായിട്ട് പ്രകടിപ്പിച്ചല്ലോ, അല്ലേ? ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ആരാധനാക്രമം, ലിറ്റർജി, അതിനുവേണ്ടി തെരുവിലിറങ്ങുന്നു, പരസ്പരം മർദ്ദിക്കുന്നു, രക്തം ചിന്തുന്നു, ജനങ്ങളുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ പരിഹാസ പാത്രങ്ങളായിത്തീരുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള അനീതിക്കെതിരായുള്ള പോരാട്ടത്തിൽ നമ്മൾ മുൻപന്തിയിലായിരിക്കണം. അതുകൊണ്ട് കണ്ണുകൾ തുറന്നുകൊണ്ട് നമ്മൾ ഈ സത്യം മനസ്സിലാക്കി ആ വിദ്യാർത്ഥികളോട് പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് മുൻപന്തിയിൽ നിന്ന് രാജ്യത്തെ അനീതിയിൽ നിന്നും അഴിമതിയിൽ നിന്ന് രക്ഷിക്കുവാൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.